ഹേ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് അഗെയിൻ ആർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും പിന്നെ സബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിനകത്ത് നമ്മളൊരു വീട് പണിതില്ലേ, ഞാൻ അത് പൊളിച്ച് കേട്ടോ. എന്നിട്ട് ഞാൻ എന്താ ഇവിടെ വേറൊരു വീട് പണിത്. ഇത് അത്യാവശ്യം കിടിലമാണ്. ഞാൻ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ബാക്കി സാധനങ്ങളും എല്ലാം എന്താ ഇത്ര സാധനം ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്ര സാധനം ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റോറേജ് ബോക്സിനകത്ത് കുറേ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇത് മൊത്തം നിറഞ്ഞ്. പിന്നെ ഞാൻ മറ്റേ നമ്മുടെ നാർക്കോട്ടിക്സ് ഒക്കെ ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. നോക്കട്ടെ കേട്ടോ, അത് ഇവിടെ എവിടെയോ ഞാൻ പണിത് വെച്ചിട്ടുണ്ട് ഗൈസ്, നാർക്കോട്ടിക്സ്. കണ്ടില്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കുണ്ടല്ലോ ഇന്ന് ഒരു ട്രൈക്കിന് പിടിക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഞാൻ എന്തായാലും നാർക്കോട്ടിക്സ് ഫുള്ള് എടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ചധികം നമ്മുടെ ട്രാങ്കേഴ്സ് ഉണ്ടായിക്കൊണ്ട് പോകാം. കാരണം എനിക്ക് ട്രൈക്ക് ആയതുകൊണ്ടേ ഒരു പേടിയുണ്ട്. അപ്പോൾ 58 എണ്ണം ഉള്ളൂ. നമുക്ക് കുറച്ചുകൂടി നമ്മുടെ സ്റ്റോൺ ആരവും ക്രാഫ്റ്റ് ചെയ്യാം, പിന്നെ നമ്മുടെ ട്രാങ്കേഴ്സും ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഫൈബർ ഫ്ലിൻറ്റ് താച്ചി. അപ്പോൾ ഫൈബർ എടുത്തു. ഇനി നമുക്ക് ഫ്ലിൻറ്റ് വേണം. ഓക്കെ, ഫ്ലിൻറ്റ് എടുത്തു, താച്ചെടുത്തു. പിന്നെ ഗൈസ്, ഈ ബ്ലാക്ക് പേൾസ് ഇല്ലേ, ഇത് ഒരു കുഞ്ഞു ജീവില്ലേ ഗൈസ്, അതിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നതാണ് കേട്ടോ ഈ ബ്ലാക്ക് പേൾസ്. ഞാൻ കാണിച്ചു തരാം ഇനി. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ നാർക്കോട്ടിക്സ് മൊത്തം എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്ലൂ പ്രിൻ്റാണ് കേട്ടോ. ഇനി മറ്റേ സാധനം ഉണ്ടല്ലോ, അയ്യോ ഫ്ലിൻ്റ് ഇല്ല ഗൈസ്, നമുക്ക് ഫ്ലിൻറ്റും താച്ചും വേണം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വേഗം നമ്മുടെ ഫ്ലിൻറ്റും താച്ചും കളക്ട് ചെയ്യട്ടെ. ഓക്കെ, നമുക്കപ്പോൾ ഫ്ലിൻറ്റ് കളക്ട് ചെയ്യാം. ഓക്കെ, ഒരു 100 എടുത്ത് ഫ്ലിൻറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മുടെ താച്ച് വേണം. ഓക്കെ, താച്ചും നമ്മൾ കളക്ട് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോൺ ആരോ ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, ക്രാഫ്റ്റ് 100 ഫുള്ള് ക്രാഫ്റ്റ് ആവട്ടെ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ 100 സ്റ്റോൺ ആരോ ക്രാഫ്റ്റായി. നമുക്കിനി കുറച്ചുകൂടെ ഉണ്ടാക്കാം. ഒരു 25 എണ്ണം കൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ട്രാങ്കാരോസ് നമ്മൾ ഫസ്റ്റ് സ്റ്റോൺ ആരോ പണിതത്. ഇനി നമുക്ക് നമ്മുടെ ട്രാങ്കാരോസ് പണിയണം. അപ്പോൾ അതും ഒരു 100 ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഇത് മുഴുവൻ പണിതിട്ട് വരാം. അത്യാവശ്യം നല്ല ടൈം എടുക്കും, അതാണ്. അപ്പോൾ ഈ ഭാഗം ഞാൻ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്കപ്പോൾ ഒരു 25 എണ്ണം കൂടി പണിയാൻ പറ്റും. അപ്പോൾ ഞാൻ അതും കൂടെ പണിയാൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ട്രൈക്കിനെ കണ്ടുപിടിക്കാൻ കിട്ടും. നല്ല ഹൈ ലെവൽ ട്രൈക്കിനെ കണ്ടുപിടിക്കണം. ചേട്ടാ, നമ്മുടെ നോർമൽ ആരോ തീർന്നല്ലേ ഗൈസ്, നമ്മുടെ സ്റ്റോൺ ആരോ തീർന്നട്ടാ. അത് കുറച്ചധികം പണിയണം. കാരണം ലോ ലെവൽ കണ്ടാൽ നമുക്ക് അതിനെ തീർക്കണം. എന്നിട്ട് നല്ല ഹൈ ലെവലിനെ പിടിക്കണം. അപ്പോൾ ഈ ലോ ലെവൽ തീർത്താൽ മാത്രമേ നല്ല ഹൈ ലെവലിൽ സ്പോൺ ആവുള്ളൂ. ഓക്കെ, ഫ്ലിൻറ്റ് കിട്ടി. ഇനി താച്ച്. ഓക്കെ, താച്ചും കിട്ടി. ലെറ്റ്സ് ഗോ. വീണ്ടും കുറച്ചധികം പണിയട്ടെ. 25 പറ്റി എന്താ ഇല്ലാത്തത്? ഫൈബർ ആയി ഗേസ് ഇല്ലാത്തത്. അപ്പോൾ ഞാൻ ഫൈബർ ഒന്ന് പോയി എടുക്കട്ടെ. ഓക്കെ, നമ്മൾ നമ്മുടെ ബേസിൽ വന്നു. നമ്മൾ ഫൈബർ എടുത്തു. അടുത്ത നമ്മുടെ സ്റ്റോണാരോടെ പണിതിട്ട് പോവാട്ടാ. ഓക്കെ, 96. തൽക്കാലം ഇപ്പം അത്ര മതി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ട്രൈക്കിനെ കണ്ടുപിടിക്കാം ഗേസ്. ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മൾ നമ്മുടെ പാരസോറ മേത്താണ് കേട്ടോ പോകുന്നത്. പിന്നെ ട്രൈക്കിന് ഗൈസ് നമ്മൾ അക്കരെ പോകണ്ടേ. നമുക്ക് മറ്റേ ക്രിസ്റ്റൽ എടുക്കണ്ടേ ഗൈസ്. അപ്പോൾ അതെടുത്തിട്ട് പോവാം അല്ലേ. ഓക്കെ, നമുക്ക് സ്പൈ ഗ്ലാസ് ഉണ്ടാക്കിയിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് എൻ്റെ ബോട്ടിനപ്പുറം പോട്ടെ. നമുക്ക് ഇതിനെടുക്കണ്ട, നമുക്ക് ഇവനെടുക്കണം. നമുക്ക് ഓടി തന്നെ പോവാം, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ കയ്യിൽ ഇതുണ്ടല്ല, ആ ഭാഗത്ത് റാപ്റ്ററുകൾ മാത്രം നോക്കിയാൽ വേറെ പ്രശ്നമൊന്നുമില്ല. വേറെ വലിയ സീനില്ല ആ ഭാഗത്ത്. റാപ്റ്റേഴ്സാണ് ഏറ്റവും ഡേഞ്ചർ അവിടെ. പിന്നെ സ്പൈ നോക്കണം, പക്ഷെ അതിൻ്റെ അടുത്തൊന്നും നമ്മൾ പോകാനൊന്നും പോകുന്നില്ല ഗൈസ്. റാപ്റ്റർ മാത്രം ഒന്ന് നോക്കിയാൽ മതി. വേറെ അങ്ങനെ പ്രശ്നക്കാരും ഇല്ല ഗൈസ്. ഒരു നമ്മുടെ ഇതെന്ന് മറ്റേ നിടേറിയ കണ്ട. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പുറം ക്രിസ്റ്റലിൻ്റെ സ്ഥലമുണ്ട് ഗൈസ്. അപ്പുറം കുറച്ചുകൂടെ മലമുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്റ്റൽ കിട്ടും. ലെറ്റ്സ് ഗോ. സ്പൈനോ. നമുക്ക് കുറച്ച് റൈറ്റ് എടുത്ത് പോകാൻ കേട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ല. സ്പൈനോ പിന്നെ ബാരോണിക്സ് രണ്ടും കൂടെ ഒരുമിച്ച് വന്നേക്ക് നോക്ക്. ഞാൻ പറഞ്ഞില്ല, ആ ഭാഗത്തൊക്കെ സ്പൈനോ ഉണ്ടാവും ഗൈസ്. അവിടെയാണ് സ്പൈനോ ബാരോണിക്സ് ഒക്കെ ആ ഭാഗത്താണ് സ്പോണാവലി. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ എത്തി. അയ്യോ, സ്റ്റക്കായി ഞാൻ എടാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ട് പോകണം. മുകളിൽ പോയിട്ടാണ് അവിടെ നിന്ന് ക്രിസ്റ്റലും പിന്നെ മെറ്റലും കിട്ടും കേട്ടോ. മെറ്റൽ റോക്ക് ഉണ്ട് ആ ഭാഗത്ത്. ലെറ്റ്സ് ഗോ. ഒന്ന് വേഗം ഓടിപ്പോട്ടെ. ഇവിടെ റാപ്റ്റർ ഉണ്ട് ഗൈസ്, അതാണ് ഒരു മെയിൻ ചടങ്ങ്. സ്ഥലം കൊള്ളാം, ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് നേരെ മുകളിൽ പോവാം. കിളിയൊക്കെ ഞാൻ പിന്നെ ഗെയിം സൗണ്ട് കുറച്ചുകൂടെ കൂട്ടി കേട്ടോ. ഞാൻ എൻ്റെ സൗണ്ടും ഒരു 60 ആക്കി, പിന്നെ ഗെയിം സൗണ്ട് 50 ആക്കി. അങ്ങനെയാണ് ഇപ്പോൾ വെച്ചേക്കുന്നത് ഗൈസ്. പാരസോറ് ലെവൽ 5 വേണ്ട.
ദോ മുകളിലോട്ട് പോകണം. നമ്മൾ കണ്ടില്ലേ, ആ ഭാഗത്താണ് നമ്മുടെ സാധനം ഉള്ളത്. മെറ്റൽ റോക്കും പിന്നെ ക്രിസ്റ്റലും ആ ഭാഗത്തുള്ളത്. അതെന്താ അത്? ടെറിസിനോസോറസ് ആണോ അത്? അല്ല, അത് വേറെ എന്തോ ആളാണ്. അത് മറ്റേതാന്ന് തോന്നട്ടാ, മറ്റേ ഇഗ്വാനഡോൺ. അയ്യോ ഗൈസ്, റാപ്റ്റർ. കാണല്ലേ, എന്നെ കാണല്ലേ. ഓക്കെ, കണ്ടിട്ടില്ല. ഭാഗ്യം, വേഗം ഓടിപ്പോട്ടെ. കണ്ടു കഴിഞ്ഞാൽ കുറച്ച് സീനാണ്. ഓ എടാ, അവിടെ കൂട്ടം, റാപ്റ്റർ കൂട്ടങ്ങൾ. കുഴപ്പമില്ല, അവന്മാരവിടെ അടിയാണ് കേട്ടാ. ആ റാപ്റ്റർ ഇപ്പം തീരും, കുഴപ്പമില്ല. ഗൈസ്, ഈ ഭാഗത്താണ് നമ്മുടെ ക്രിസ്റ്റൽ ഉള്ളത്. ഓ ദിവൻ സീനാണ് കേട്ടോ. അതാ വലിയ ഡൈനോസർ, അത് കുറച്ച് സീനാണ്. നമ്മളെ തള്ളി ഇടുക സാധനം. ആ കിട്ടിപ്പോയി. അപ്പോൾ ഗൈസ്, ഈ ഭാഗത്താണ് നമ്മുടെ ക്രിസ്റ്റൽ ഉള്ളത് കേട്ടോ. ഒരു മിനിറ്റ്, മാപ്പിൻ്റെ ഓക്കെ, അതാ ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ, ഈ ഭാഗത്താണ് ക്രിസ്റ്റൽ ഉള്ളത്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഞാനൊന്ന് നമ്മുടെ ക്രിസ്റ്റൽ കുറച്ച് കൊത്തിയെടുക്കട്ടെ. 2 ക്രിസ്റ്റൽ എന്തോ മതി ഗൈസ് നമുക്ക്. ഓക്കെ, 2 കിട്ടിയിട്ടുണ്ട്. ക്രിസ്റ്റലും ഒരു മിനിറ്റ് ഗൈസ്, നമ്മളത് അൺലോക്ക് അല്ല കേട്ടാ. ഓക്കെ, സ്പൈ ഗ്ലാസ് നമ്മൾ അൺലോക്ക് ചെയ്തു. എന്തൊക്കെ വേണം? ക്രിസ്റ്റൽ, ഫൈബർ, ഹൈഡ്, വുഡ്. ഓക്കെ, നമ്മുടെ എല്ലാം ഉണ്ട് തോന്നട്ടാ. ഇല്ലടാ, നമ്മുടെ ഇനി എന്താ ഇല്ലാത്തേ? നമ്മുടെ ഹൈഡ് കൂടി ഇല്ല ഗൈസ്. ഹൈഡ് നമുക്ക് ഈസിയാണ്. അവിടെ ഒരു റാപ്റ്റർ ഉണ്ടായിരുന്നില്ലേ, നമുക്കപ്പോൾ ആ റാപ്റ്ററിൽ നിന്ന് ഹൈഡ് എടുക്കാം. ഈ ആമക്കുട്ടന്മാർ ഇവിടെ റാപ്റ്റർ അടിക്കണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ നമുക്ക് ഹൈഡ് എടുക്കാൻ കേട്ടോ. ഓക്കെ, അതെന്തത് പോയാ? അടുത്ത് പോയടാ. ശേ, തൽക്കാലം നമുക്ക് ഇവനെ തീർക്കാം. ഇവൻ്റെ പേര് പാച്ചി. ഈ സാധനത്തിന് തീർത്തിട്ട് ഇവൻ്റെ നമുക്ക് ഹൈഡ് എടുക്കാം. ഓക്കെ, തലക്കിട്ട് നമുക്ക് തന്നെ വേഗം വീഴും. എടാ, ഇതിൻ്റെ തലക്കിട്ട് കൊടുത്തിട്ട് കാലം. ഈ പാച്ചി റൈനോ കുറച്ച് ഷോവാണ് ഗൈസ്. അതിൻ്റെ തലേൻ്റെ അവിടെ ഒരു കല്ലുപോലെ സാധനമുണ്ട്. ഡേ ഇതെൻ്റെയാണ്. കിട്ടി, ഭാഗ്യം. ഈ പ്രാണികളുണ്ടല്ലോ, ഇപ്പോൾ ഏതെങ്കിലും ഡൈനോ തീർന്നതിനാൽ അവരുടെ മീറ്റൊക്കെ വേഗം കഴിച്ച് തീർക്കും. അങ്ങനത്തെ ഒരു സീനുണ്ട്. ഈ പ്രാണികൾ കുറച്ച് വിഷയമാണ്. ഓക്കെ, ഞാൻ നമ്മുടെ സ്പൈ ഗ്ലാസ് ക്രാഫ്റ്റ് 1. യെസ്, ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ നമ്മുടെ സ്പൈ ഗ്ലാസ് ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ലെവലൊക്കെ സുഖസുന്ദരമായിട്ട് നോക്കാം. ഇപ്പോൾ ഞാൻ അടുത്ത് ഹോട്ട് ബാറിലിട്ടു. ഓക്കെ, ഇനി കണ്ടില്ലേ, നോക്കോട്ടെ. കണ്ടിങ്ങനെ സൂം ചെയ്ത് നമുക്ക് ലെവൽ നോക്കാൻ പറ്റും. കണ്ടില്ലേ, എല്ലാത്തിൻ്റെയും നമുക്ക് ലെവൽ പെട്ടെന്ന് കാണാൻ പറ്റും. എവിടെ കണ്ടില്ലേ, കാർബോണിയംസിനെ കണ്ടു. ഇനിയിപ്പോൾ ദൂരെ ഏതെങ്കിലും ഡൈനുണ്ടോ നോക്കാം. ഓക്കെ, ഇതോ അവിടെ ഒരു പാരസോർ ഉണ്ട്. അപ്പോൾ പാരസോർ നോക്കട്ടെ. കണ്ട, അതിൻ്റെ ലെവൽ 20 കണ്ടില്ലേ. സുഖസുന്ദരമായിട്ട് നമുക്ക് ലെവലൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ട്രൈക്കിനെ കണ്ടുപിടിക്കാം. ട്രൈക്കിനെ നമുക്ക് നമ്മുടെ പാരസോറെ പിടിച്ചില്ലേ ഗൈസ്, അങ്ങോട്ട് പോകാം കേട്ടോ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ട്രൈക്ക് ഉണ്ട്. ഇതോ റാപ്റ്റർ. നമുക്ക് റാപ്റ്റർ ആണെങ്കിൽ ഈ ഏരിയ വന്നാൽ മതി. ഞാൻ വേഗം ഓടി പോട്ടെ. റാപ്റ്റർ കുറച്ച് ഭാഗ്യം. റാപ്റ്റർ കുറച്ചധികം വിഷയമാണ്. വേഗം ഓടിപ്പോട്ടെ ഗൈസ്. ആ പാരസോർ നമുക്ക് റെഡ് കളർ. ഇതിൻ്റെ ലെവൽ എത്രയാണ്? ലെവൽ 30. ഇതാ ലെവൽ 20. ഇതെല്ലാം കുറഞ്ഞ ലെവലാണ് കേട്ടാ. ഞാൻ നേരത്തെ പാരസോറെ പിടിക്കാൻ പോയപ്പോഴും അത് കുറഞ്ഞ ലെവലായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് നോക്കാം, കിട്ടും നല്ലതൊക്കെ. പാരസോർ അല്ല, ഇനിയിപ്പോൾ ട്രൈക്കിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പാരസോർ നമ്മൾ അങ്ങനെ വലുതായിട്ട് യൂസ് ആക്കാൻ പോകുന്നില്ല. കാരണം ട്രൈക്ക് അത്യാവശ്യം കിടിലമാണ്. കുറച്ച് വിഷയമാണ് കേട്ടോ ട്രൈക്ക്. അത് ഞാൻ ടൈമാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇതെന്താ കയറാത്ത? ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ട്രൈക്കിനെ കണ്ടുപിടിക്കുന്നു. ലെറ്റ്സ് ഗോ. സ്പൈനോ നിൽക്കുന്ന നോക്ക് ഗൈസ്. അതിൻ്റെ ലെവൽ നോക്കട്ടെ കേട്ടോ. സ്പൈനോൻ്റെ ലെവൽ 100. മാക്സ് ലെവല് 50 ഗൈസ്. മാക്സ് ലെവൽ സ്പൈനോ 150 ഈ ഐലൻഡിൻ്റെ മാക്സ് ലെവല്. അപ്പോൾ നമുക്ക് സ്പൈനോനെ വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് വേഗം നമ്മുടെ ട്രൈക്കിനൊന്ന് കണ്ടുപിടിച്ചിട്ട് വരാം. അപ്പോൾ കട്ട്, ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അവിടെ ഒരു ട്രൈക്ക് ഉണ്ട്. അതിൻ്റെ ലെവലൊന്ന് നോക്കട്ടെ കേട്ടോ. നല്ല ലെവലാണെങ്കിൽ സെറ്റാണ്. ലെവൽ 110. ഓക്കെ, അപ്പോൾ നമുക്ക് അവനെ തന്നെ പിടിക്കാൻ കേട്ടോ. ആദ്യം നമുക്കൊരു ട്രാപ്പ് സെറ്റ് ചെയ്യണം. അപ്പോൾ താച്ച്, വുഡ്, ഫൈബർ ഇത്ര സാധനങ്ങൾ വേണം. അപ്പോൾ നമുക്കുണ്ടല്ലോ ഗൈസ്, ഒരു താച്ചിന് ട്രാപ്പ് ഉണ്ടാക്കട്ടെ. അതാണ് നല്ലത്. ഈ വുഡിൻ്റെ സാധനങ്ങൾ കളക്ട് ചെയ്ത് വരുമ്പോൾ കുറച്ചധികം ടൈം എടുക്കും. അപ്പോൾ നമുക്ക് താച്ചിൻ്റെ കൊണ്ട് അധികം റിസോഴ്സ് വേണ്ട ഗൈസ്. വുഡിൻ്റെ ആകുമ്പോൾ വുഡൊക്കെ ഒരു വുഡ് ഫൗണ്ടേഷൻ പണിയാൻ 80 വുഡ് അങ്ങനെ എന്തോ വേണം. ഭയങ്കര ചടങ്ങാണ് അത് പണിയാനായിട്ട്. ഓക്കെ, നമുക്കപ്പോൾ ഒരു 4 നമ്മുടെ താച്ച് ഫൗണ്ടേഷൻ പണിയണം. 1
2 3 4. പിന്നെ നമ്മുടെ ഇത് 16 വേണം. അപ്പോൾ ഇതൊരു 16 പണിയട്ടെ. ഓക്കെ, അതൊരു 16 പണിതു. ഇനി വേണ്ടത് മറ്റേ വുഡൻ റാമ്പ് വേണം. പക്ഷെ അത് അൺലോക്ക് അല്ലേ കേട്ടോ. അപ്പോൾ വുഡൻ റാമ്പ് യെസ്, അത് അൺലോക്ക് ആക്കി. അത് ഒരു 4 വേണം. അപ്പോൾ എവിടെ അതെന്തേ? കിട്ടിപ്പോയി. ഇത് 1 2 3 4. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ്റെ പണി അങ്ങനെ കഴിഞ്ഞിട്ട് നമുക്ക് എവിടെ വെക്കണം? ഇവിടെ തന്നെ വെക്കാം അല്ലേ ഗൈസ്? ഓക്കെ, നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ വെക്കാം കേട്ടോ. നമുക്ക് എന്നിട്ട് നമ്മുടെ പാരസോർ ഇവിടെ മാറ്റാം, അല്ലെങ്കിൽ ഈ ട്രൈക്കോട്ട് നമ്മുടെ പാരസോറിനെ കടിക്കും, പറയാൻ പറ്റില്ല. 1 2 3 4. ഓക്കെ, നമ്മുടെ 4 ഈ സാധനം വെച്ചിട്ടുണ്ട്. ഈ പണിയുന്നതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല, അതാണ് ചെറിയൊരു ചടങ്ങ്. ഇനി നമുക്ക് വുഡൻ ഡോർ ഫ്രെയിം അത് വെക്കണം. അപ്പോൾ 2 അടി പൊക്കത്തിൽ ആ സാധനം വെക്കണം. നമ്മുടെ താച്ച് ഡോർ ഫ്രെയിം ഈ സാധനം. അപ്പോൾ ഇതൊന്ന് മുഴുവനും വെക്കട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ താച്ച് വുഡൻ ഡോർ ഫ്രെയിം ആ സാധനം, താച്ച് ഡോർ ഫ്രെയിം ആ സാധനം പൊക്കത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വുഡൻ റാമ്പ് വെക്കണം. അപ്പോൾ 1 2 3 4. ഓക്കെ, അതിൻ്റെ പണി അങ്ങനെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാരസോർ ഒന്ന് ഇങ്ങോട്ട് നീക്കി വെക്കണം. ഇതെന്താ ഒരു കുഴി പോലെ? പാരസോർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി പാരസോർ നമ്മൾ പാസീവ് ആക്കുന്നു, അതുപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ ട്രാങ്കാലോസ് എടുത്തിടാം. ഓക്കെ, ലെറ്റ്സ് ഗോ. 110 ലെവൽ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഇതിനെ പിടിച്ചിട്ടാണ് നമുക്ക് ട്രൈക്ക് സാളിൽ പണിയാനായിട്ട്. അപ്പോൾ നമുക്ക് ഇത് പോയാ എടാ, അതോ നിൽക്കുന്നതാ. ഇവനിവിടെ ഒറ്റക്കാൻ നിൽക്കല്. ഓക്കെ, ഒരെണ്ണം ഞാൻ കൊടുത്തു. യെസ്, ഓടിക്കോ. ഇനിയിപ്പോൾ ചാർജ് ചെയ്ത് വരും. ഭയങ്കര സീനാണ് ഈ ട്രൈക്ക്. പയ്യെ വരില്ല, ഭാഗ്യം. ഓക്കെ, അത് വേഗം വരട്ടെ. ഓക്കെ, വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ മുകളിലോട്ട് കയറി നിൽക്കണം. അയ്യോ, ചാടി. ഭാഗ്യം. എടാ, അത് കയറിയില്ലടാ. അയ്യേ ഗൈസ്, ട്രൈക്ക് കയറിയില്ല. എടാ, ഗൈസ് ഇത് പൊട്ടിക്കാൻ നോക്കുന്നു. പക്ഷേ ഈ സാധനം പൊട്ടൂല. താച്ച് ഫൗണ്ടേഷൻ ഒരിക്കലും പൊട്ടൂല. ഞാൻ സ്ട്രക്ചർ റെസിസ്റ്റൻസ് കുറച്ചിട്ടേക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ സാധനം പൊട്ടൂല, അതുകൊണ്ട് പേടിക്കണ്ട. കയറി തന്നെ കയറി. വീണ്ട, ഭാഗ്യം. ഓക്കെ, അസെൻഡൻറ്റ് വെപ്പണായതുകൊണ്ട് വേഗം വീണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നമ്മുടെ മെജോബറി വേണം. അപ്പോൾ ഈ 2 അടി പൊക്കത്തി വെച്ചിട്ട് കാര്യമില്ല ഗൈസ്. നമുക്ക് വരെയൊക്കെ പിടിക്കാൻ പറ്റില്ല ഡൈനോനെ. അത് കയറി വരാൻ എന്താണത്? കയറേണ്ടതാണല്ലോ. നമ്മൾ 1 അടി പൊക്കത്തി വെച്ച് കഴിഞ്ഞാലില്ലേ, ചിലപ്പോൾ ഡൈനോ എൻ്റെ മുകളിൽ കൂടെ പോകും. അതാ പിന്നെ 2 അടി ഇങ്ങനെ പൊക്കത്തി വെച്ചത്. ഓക്കെ, നോ വറീസ്. നമുക്കിനി നമ്മുടെ ട്രൈക്കിനെ ടൈം ആക്കാം. ലെവൽ 110 ഇട്ടാ. അപ്പോൾ നമ്മുടെ മെജോബറി എന്ത് ചെയ്യും? ഓക്കെ, മെജോബറി ഇട്ട് കൊടുത്തു. അതെന്തായാലും ഇവിടെ കിടന്ന് ടൈം ആവട്ടെ. ഇനി നമുക്ക് നമ്മുടെ ട്രൈക്കിനെ സാഡിൽ പണിയുണ്ട്. അപ്പോൾ ട്രൈക്ക് സാഡിൽ നോക്കട്ടെ, 16 എന്തോ തോന്നട്ടാ, 15 യെസ്. ട്രൈക്ക് സാഡിൽ ഫൈബർ ഹൈഡ് വുഡ് ഈസി, അതെല്ലാം നമ്മുടെ അടുത്ത് ഉണ്ട് തോന്നട്ടാ. ഇല്ലട, ഇനി എന്തോ ഇല്ലാത്ത ഹൈഡില്ല. അപ്പോൾ ഇവിടെ ഏതെങ്കിലുമൊക്കെ ഒരു കുട്ടിയുടെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഹൈഡ് കളക്ട് ചെയ്യാമായിരുന്നു. നോക്കട്ടെ ഗൈസ്, ഹൈഡിന് ഇവിടെ ആരും ഉണ്ടാകും നോക്കട്ടെ ഏട്ടാ. വന്നല്ലോ കോമ്പി. ഓക്കെ, നമുക്ക് ഹൈഡ് കിട്ടി. ലെറ്റ്സ് ഗോ. കോമ്പി സാധാരണ ഒറ്റക്കല്ല, കൂട്ടല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ ടീംസ് എന്താവോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇനി നമ്മൾക്ക് നമ്മുടെ ട്രൈക്ക് സാഡിൽ ക്രാഫ്റ്റ് ചെയ്യുന്നു. ക്രാഫ്റ്റ് 1. യെസ്, ലെറ്റ്സ് ഗോ. ഇനി പാരസോറിനൊന്ന് നമുക്ക് ഫോളോ കമാൻഡ് കൊടുക്കാൻ കേട്ടോ. പാരസോറിനെ നമുക്ക് നേരെ വീട്ടിൽ കൊണ്ടുപോകണം. അപ്പോൾ പാരസോറിനെ ഞാൻ പാരസോർ അറ്റാക്ക് ചെയ്യുന്ന ഇവന്മാരി. അപ്പോൾ ഇതിനെ തീർക്കട്ടെ ഗൈസ്. ഓക്കെ, അതിനെ തീർത്തു. ലെറ്റ്സ് ഗോ. അപ്പോൾ പാരസോറിനൊന്ന് ഞാൻ ഫോളോ ഓൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ട്രൈക്ക് എണീറ്റാ? ഇല്ലല്ലോ, ട്രൈക്ക് എണീറ്റുള്ള ഗൈസ്. ഇനി ടൈം എടുക്കും തോന്നട്ടാ. എത്രയായി? ടൈമിങ് 46 ആയിട്ടുള്ളൂ. ഇനിയും കുറച്ചുകൂടെ ടൈം എടുക്കും ഈ ട്രൈക്ക് ടൈം ആവാനായിട്ട്. 46.2%, 61 ഓക്കെ, വേഗം ടൈം ആവട്ടെ. ഭാഗ്യം, നല്ല ലെവൽ കിട്ടി. പിന്നെ വേറെ കുറേ കുറഞ്ഞ ലെവൽ ഉണ്ടായിരുന്നു കേട്ടോ, 20ഉം 10. അതിനൊക്കെ ഞാൻ മൈൻഡ് ആക്കിയില്ല. കാരണം ട്രൈക്കിനെ തീർക്കാന്നാലേ കുറച്ചധികം ചടങ്ങാണ്. ഇവന്മാരെ കൂട്ടോട്ട് വരും. പിന്നെ ഇവിടെ ഒറ്റക്ക് കണ്ടപ്പോൾ ഞാൻ പിന്നെ ലെവൽ നോക്കി ഇതാക്കി പിടിച്ചതാണ്. ഓക്കെ, നമ്മുടെ ടെക്ക് പാരസോർ മാത്രമേ ലെവൽ 80 ഉള്ളൂ. കുഴപ്പമില്ല. ഇതൊന്ന് ടൈമായിട്ട് വേണം ഇതിനെ കൊണ്ട് പോവാൻ. 76 ഇനിയും അത്യാവശ്യം ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ട്രൈക്ക് സാഡിലും പണിതു, എല്ലാം പണിതു.
പിന്നെ നമ്മുടെ ട്രൈക്ക് ഉണ്ടല്ലോ അത്യാവശ്യം ഇതിലേക്ക് ബെറീസും പിന്നെ താച്ചും ട്രൈക്കും താച്ച് തന്നെ കളക്ട് ആകുന്നത്. പിന്നെ ട്രൈക്കിനുണ്ടല്ലോ ഒരു ചാർജ് ചെയ്യുന്നൊരു സാധനമുണ്ട്, അത് ചാർജ് ചെയ്ത് അടിച്ചാൽ നമ്മൾ വുഡ് കളക്ട് ആക്കും ട്രൈക്ക്. അങ്ങനത്തെ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ നമ്മുടെ ബേസിൽ പോയിട്ട് കാണിച്ചു തരാം എല്ലാം. അല്ല ഞാൻ ഇവിടെ തന്നെ കാണിച്ചു തരാം. എന്നിട്ട് ബേസിൽ പോകുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കും ഗൈസ് ട്രൈക്കിനോട് പോകുമ്പോൾ. ട്രൈക്ക് ഒന്നാമത് ഭയങ്കര സ്ലോ അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ കാണിച്ചിട്ട് ഇവിടെ തന്നെ ഞാൻ എപ്പിസോഡ് ഞാൻ നിർത്തും. യെസ് ടൈം ആവറായി, 92.3 നെക്സ്റ്റ് ഇതിൽ എന്തായാലും ടൈം ആവും. യെസ് ടൈം ആവും. കിടക്കും നോക്ക്, സൗണ്ട് കേൾക്കുന്നുണ്ടോ ഗൈസ് ട്രൈക്കിൻ്റെ? കണ്ടാ ഞാൻ ഇപ്പോൾ ഗെയിം സൗണ്ട് കുറച്ച് കൂട്ടിയിട്ടുണ്ട്, നോക്കണം. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മുടെ ട്രൈക്ക് ടൈമായി. ഇവന് നമുക്ക് ഓക്കെ, ഇതാണ് ഇവൻ്റെ പേര്. ഓക്കെ ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ ട്രൈക്കിനെ പിടിച്ച് 164 ലെവൽ കിട്ടിയിട്ടാ. ഇനി നമുക്ക് സാഡിലിട്ട് കൊടുക്കാം. ഓക്കെ എക്യുപ്പ് സാഡിൽ, ലെറ്റ്സ് ഗോ. അത്യാവശ്യം സീ ആണ് ട്രൈക്ക്. പിന്നെ ബെറീസ് നല്ലോണം കളക്ട് ആക്കും, നമ്മുടെ ഇതേപോലെ തന്നെ പാരസോറ പോലെ തന്നെ. പിന്നെ താച്ചാണ് ആൾ കളക്ട് ആക്കുന്നത്, കണ്ടില്ലേ? വുഡിനെ അപേക്ഷിച്ച് താച്ച നല്ലോണം കളക്ട് ആക്കും. പിന്നെ ഒരു സാധനമാണ് ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ് ഗൈസ്. ഇതെല്ലാം ഒന്ന് ഡ്രോപ്പ് ചെയ്യട്ടെ. എന്നിട്ട് നമ്മളുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ചാർജ് ചെയ്യണം. ചാർജ് ചെയ്യുമ്പോൾ നോക്കിക്കോട്ടെ, ഒരു മിനിറ്റ്. ഇനിയിപ്പോൾ ചാർജ് പോകുമ്പോൾ നമ്മുടെ വുഡ് കളക്ട് ആക്കാൻ ആൾ നോക്കിക്കോട്ടെ. അയ്യോ ഇവിടെ തീർന്നു അവിടെ പെട്ടെന്ന്. ഒരു മിനിറ്റ് കേസ്, ഒരു പ്രാവശ്യം ഇവിടെ 1 2 3 വേണ്ട കാലിൽ നിന്ന് ഇങ്ങനെ വലിച്ചിട്ട് ഇതൊറ്റ പോക്കോ കൂട്ടാ. ഇനി സാധനം ഇതൊരൊറ്റ പോക്കോ ഞാൻ കാണിച്ചു തരാം. അവിടെ എന്താ പോവാത്തെന്താ? അയ്യോ ഇതിങ്ങനെ ആയിരുന്നില്ലേ ഗൈസ്? ഇങ്ങനെ എന്തോ ആയിരുന്നട്ടാ, നോക്കട്ടെ. ഇത് തന്നെ എടി മരത്തുമ്പോൾ നിൽക്കുന്നുണ്ട് ട്രൈക്ക്. അയ്യേ. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഗൈസ് നമ്മളില്ലേ ഓൾഡ് ആർക്കിനകത്ത് നമ്മളിങ്ങനെ ചാർജ് ചെയ്ത് പോയിക്കഴിഞ്ഞാൽ ഇത് കിട്ടും, മരങ്ങൾ കിട്ടും ഗൈസ്. ഉറച്ചിട്ട് നോക്കട്ടെ. കിട്ടി. ഇതാ കണ്ട 651 വുഡ് കിട്ടിയണ്ടാ. ഇതാണ് ഞാൻ പറഞ്ഞത്, ചാർജ് ചെയ്ത് പോയിക്കഴിഞ്ഞില്ലേ മരം നല്ല രീതിക്ക് കിട്ടും ആൾക്ക്. ഓക്കെ നമുക്കപ്പോൾ എന്ത് കൂട്ടണം? ഹെൽത്ത് അല്ല നമുക്ക് ഇത് കൂട്ടാം, എന്താണ് വെയിറ്റ് കൂട്ടാം അല്ലേ? വെയിറ്റും പിന്നെ മില്ലി ഡാമേജും കുറച്ച് കൂട്ടാം. മില്ലി ഡാമേജ് ഒരു 500 ആക്കിയിട്ട് ബാക്കി ഫുള്ള് നമുക്ക് വെയിറ്റ് കൂട്ടാം. ചാടി കളിച്ച് നോക്കാം ട്രൈക്ക്. കൊള്ളാമല്ലേ ഗൈസ്? ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എന്തായാലും ഇവിടെ ചേർത്തലാണ്. ഇപ്പോൾ ഇവരെയും കൊണ്ട് നമുക്ക് നേരെ വീട്ടിൽ പോകണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.